ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് ജസ്റ്റ് ഒരു കാർഡ് ജസ്റ്റ് നിങ്ങൾക്ക് സിംഗിൾ കാർഡ്സ് അല്ലെങ്കിൽ മാക്സിമം 2-3 കാർഡ് എടുത്തിട്ട് ഗൈഡൻസ് പറയാൻ പോവാണ്. ഇന്നത്തെ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്യും. ജനറലായിട്ട് പറയും. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആൻഡ് റിലേഷൻഷിപ്പ് ഓൾസോ. ഓക്കെ, എല്ലാം കൂടി ഒന്നിച്ചാണ് പറയാൻ പോകുന്നത്. മീൻസ് ഒരേ ഡെക്കിൽ തന്നെ ഒരു വീഡിയോയിൽ. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്തിട്ട് വെച്ചതാണ്. സോറി. ഓക്കെ, സെറ്റപ്പ്. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ മജീഷ്യനാണ്. സോ മജീഷ്യൻ നിങ്ങൾക്ക് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കഴിവുകളെ മാക്സിമം യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിലെല്ലാ കഴിവുമുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഓക്കെ, അതിന് വേണ്ടതെല്ലാം കഴിവും ടാലൻ്റ് ആയാലും ശരി, കഴിവായാലും ശരി, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നമ്മൾ പറയില്ലേ എനിക്ക് വേണം എന്ന രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ധൈര്യം, കോൺഫിഡൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. മാത്രമല്ല എന്താണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കൂ. ഓക്കെ, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലൈക്ക് മനസ്സിലൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് കിട്ടും എന്ന രീതിക്കാണ് പറയുന്നത്. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നൊരു മാനിഫെസ്റ്റേഷൻ നടക്കുമെന്നുമാണ്. എന്ന് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ. ഓക്കെ, ആൻഡ് ഇത് ജനറലായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഹെൽത്ത് വൈസ് പറയാം. സോറി, എനിക്ക് തന്നെ ക്ലിയർ അല്ല. 6 ഓഫ് പെനിക്കിൾസ് ആണ്. 6 ഓഫ് പെനിക്കിൾസ് പറയുന്നത് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ അത് ബെറ്റർ ആവും എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ ആക്ച്വലി. കാരണം ഇത് നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ മേ ബി നിങ്ങൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു നിങ്ങളുടെ ഹെൽത്തിന് ബെറ്റർ ആവും എന്ന രീതിക്കാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഇത് കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഹെൽത്തിൻ്റെയൊക്കെ നമ്മൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും ഡൊണേഷൻ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതെന്തെങ്കിലും നമ്മുടെ ദശ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരിക. സോ അസുഖത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ദാനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പൂജ അങ്ങനത്തെ എന്തെങ്കിലും പറ്റിയാൽ ചെയ്യിപ്പിക്കുക. കാരണം ശനിയുടെ ദോഷങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ. കാരണം ഇതൊരു നമ്മൾ ചാരിറ്റി ഡൊണേഷൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ ഡൊണേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേത് തരത്തിലുള്ളത് വേണം എന്നുള്ളത് ശരിക്കും നിങ്ങൾ ജാതകപ്രകാരം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, എന്തോ എനിക്കിത് അങ്ങനെ ഒരു പോയിന്റ് ഫീൽ ചെയ്തു. ഇല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പണം ചിലവാക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരല്പം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, പക്ഷെ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരും ചെയ്യും. ഓക്കെ, ഇവിടെ ഹീലിംഗ് ആണ് എനിക്ക് കാണുന്നത്. 6 ഓഫ് പെനിക്കിൾസ് ഹീലിംഗ് എന്ന രീതിക്ക് എടുക്കാം. സോ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവും. പിന്നെ കർമ്മയുടെ കാര്യമുണ്ട്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡൊണേഷൻ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും പറ്റിയ പൂജകളോ കാര്യങ്ങളോ നിങ്ങളുടെ ജാതകപ്രകാരം തന്നെ നോക്കി ചെയ്യിപ്പിക്കാം. ഓക്കെ, സോറി, എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്. യെസ്, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഹീലായിട്ട് വരും. മേ ബി ഫാമിലി ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, കെയർ ചെയ്യാൻ നിങ്ങൾ ഫാമിലി ആയിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കും എന്ന രീതിക്കാണ്. സോറി, ഞാൻ എന്തോ ഓർത്ത് ആ കാർഡ് എടുത്താൽ. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കരിയർ ഓക്കെ ഫുള്ളാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന രീതിക്കാണ്. ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. വേറെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയുടെ ഐഡിയ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വരും. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ മാറേണ്ടി വന്നേക്കാം, അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവലിംഗ് ജോബ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. നമ്മൾ ഈ മാർക്കറ്റിംഗ് അങ്ങനത്തെയൊക്കെ പറയില്ലേ, ചില ജോലികൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് പറയില്ലേ. സോ ആ രീതിക്കുള്ള എന്തെങ്കിലും ട്രാവലിംഗ് ജോബ് കിട്ടാനുള്ളതോ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ജോലിയിൽ എന്തെങ്കിലും ട്രാവൽ വേണ്ടി വന്നേക്കാം, യാത്രകൾ വേണ്ടി വന്നേക്കാം. പിന്നെ ഇവിടെ ആക്ച്വലി ഫുൾ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ബിഗിനിങ് ആണ്. സോ മേ ബി ഒരു പുതിയ ജോലി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ ജോലി കിട്ടും. അല്ലാത്തവർക്ക് ഈക്കുള്ള ജോലിയിലായാലും ചിലപ്പോൾ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും എന്ന രീതിക്കാണ്. വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. ഐ തിങ്ക് നിങ്ങളൊരു
എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. മേ ബി ഒരു യാത്ര നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക്, ഓക്കെ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് ജോലിയിൽ, കരിയറിൽ സ്ട്രെസ് ആണെങ്കിൽ ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നുമാണ്. ബട്ട് ഓവറോൾ ഇവിടെ എനിക്കൊരു പുതിയ തുടക്കമാണ് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ ഇതൊരു കാര്യം പറയാറുണ്ട്, നമ്മൾ റിസ്ക് എടുത്തിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറയും. സോ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം റിസ്ക് എടുക്കാൻ തയ്യാറാവേണ്ടി വരും നിങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ച ഫീൽഡിലല്ലാതെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെ റിസ്ക് എടുത്ത് കൂടി എന്തെങ്കിലും ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ആയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വരും. ഓക്കെ, ഇതൊരു പോസിറ്റീവ് കാർഡാണ്. സോ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ബട്ട് അതിനുവേണ്ടി മേ ബി ചില റിസ്ക് ഒക്കെ നിങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഇവിടെ 7 ഓഫ് കപ്സ് ആണ്. എനിക്ക് കണ്ണ് കാണുന്നില്ല. 6 ഓഫ് wands, 1 more, King of Cups. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ എനിക്ക് ഒരു വിക്ടറി വരുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്, അതായത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതായത് ഈ പേഴ്സണിന് ശരിക്കും റിലേഷൻഷിപ്പ് ആഗ്രഹമുണ്ടോ ഇല്ലേ എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. 7 ഓഫ് കപ്സ് നമ്മൾ ഓപ്ഷൻസിൻ്റെ കാര്യമാണ്. സോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ വേറെ ഓപ്ഷൻ നോക്കണോ, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണോ വേണ്ടേ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു ഇല്യൂഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയാം. സോ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. ബട്ട് ഇവിടെ പറയുന്നത് ഇവിടെ 6 ഓഫ് wands ഉണ്ട്. 6 ഓഫ് wands നമ്മൾ സക്സസിൻ്റെ കാർഡാണ്. സക്സസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് മാത്രമല്ല ഒരു വിക്ടറി എന്ന രീതിക്ക് നമ്മൾ പറയാം. സോ വിക്ടറി, അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ ഈ കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറിയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ, നിങ്ങൾക്ക് സന്തോഷം വരുന്ന രീതിയിൽ, ഒരു സെലിബ്രേഷൻ വരുന്ന രീതിയിൽ ആണ് ഇവിടെ കാണുന്നത്. എന്ന് മാത്രമല്ല ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹം ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ അവർ എന്താണെന്ന് വെച്ചാൽ അത്ര തുറന്ന് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണ്. അത് മാത്രമാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതും. ഓക്കെ, ദാറ്റ് ഇവർക്ക് ശരിക്കും വേണോ വേണ്ടേ, റിലേഷൻഷിപ്പിലുണ്ടോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നും. ദാറ്റ് ഈ പേഴ്സൺ ശരിക്കും എന്നെ ചൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ടായിട്ട്. ബട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, റിലേഷൻഷിപ്പ് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പേഴ്സണിനും ആഗ്രഹമുണ്ട്. ആൻഡ് ഇതിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എഫേർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് ഫീലിങ്സ് അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള വ്യക്തികളല്ല. അതാണ് ഇവിടെ ഒരു പ്രശ്നം. സോ ഒരു കാർഡ് കൂടി, ലാസ്റ്റ് ഫൈനൽ ഫോർ റിലേഷൻഷിപ്പ്. 8 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എനിക്ക് എന്തോ ഒരു 5 കപ്സ്. ഓക്കെ, സി നിങ്ങൾ ഐ തിങ്ക് നോടെ ഉണ്ടായിരുന്നു ഇവിടെ 3 ഓഫ് സോർഡ്സ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങൾ വിട്ട് മാറിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിട്ട് മാറിപ്പോയി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. 5 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സോർഡ്സ് ഉണ്ട്. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളെ വിട്ടും പോയിട്ടുണ്ടാവാം, നിങ്ങളായിരിക്കാം മാറിപ്പോയത്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സെപ്പറേഷൻ എന്ന രീതി കാണുന്നുണ്ട്, ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടായിരിക്കാം, തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം, ഫാമിലിയുടെ കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ അല്ലേ. സോ ആ ഒരു കൺഫ്യൂഷൻ്റെ പേരിൽ ചിലപ്പോൾ ആരെങ്കിലും വേറെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തായിരിക്കാം. സോ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം, വാക്കിംഗ് അവേ കാണുന്നുണ്ട് എനിക്ക്. പക്ഷേ നിങ്ങളുടെ പേഴ്സണിന് റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നവർക്ക് നല്ല ഒരു റിഗ്രറ്റ് ഉണ്ട്, വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്, നഷ്ടബോധമുണ്ട് എന്ന് പറയാം. സോ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഫാസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അവർ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. ഓക്കെ, അതാണ് അവരുടെ ആഗ്രഹം. ആൻഡ് ഇവിടെ സക്സസ് അവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഉള്ളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ സിറ്റുവേഷൻ എന്ത് തന്നെ വന്നു പോയാലും ഓക്കെ അവർക്ക് ശരിക്കും ഉള്ളിൽ വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഐ ഹോപ്പ് ഞാൻ കുറച്ച് എല്ലാവർക്കും കൂടി ഒന്ന് ഇടാൻ ശ്രമിച്ചതാണ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.